ഉത്തർപ്രദേശിൽ ബീഫ് പാകം ചെയ്തു എന്ന് ആരോപിച്ച് 3 സ്ത്രീകൾ അറസ്റ്റിലായി. കൗശാംബിയിലാണ് ഈ സംഭവം. അറസ്റ്റിലായ സ്ത്രീകൾക്കെതിരെ ഗോവധ നിരോധന നിയമപ്രകാരം കേസെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. ശരത് ലാൽ വിവരങ്ങളും അയച്ചിരുന്നുണ്ട്. ശരത്ത്, രാജ്യം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ഈ വിഷയത്തിലെ പോലീസ് നടപടികളിലോ അതല്ലെങ്കിൽ ആളുകളുടെ മനോഭാവത്തിലോ ഒന്നും മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് കഷ്ടം. ഇപ്പോൾ പോലീസ് നടപടി എങ്ങനെയാണ്? സേതുലക്ഷ്മി, കൊസാംബി എന്ന് പറഞ്ഞാൽ ഡൽഹിയുടെ അതിർത്തിയിലാണ്. നോയിഡ പോലെ തന്നെ ഏറെ മലയാളികളും സൗത്ത് ഇന്ത്യൻകാരൊക്കെ താമസിക്കുന്ന സ്ഥലവും കൂടിയാണ് ഈ കൗശാംബി. അവിടെയാണ് ഒരു വീട്ടിൽ പാചകം ചെയ്തു എന്ന് പോലീസ് റെയ്ഡ് നടത്തുകയും ബീഫ് 2 കിലോ മാംസം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വീട്ടിലുള്ള 3 സ്ത്രീകളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ UP സർക്കാരിൻ്റെ ഗോവധ നിരോധന നിയമമാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇവരെ പോലീസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഭർത്താക്കന്മാർ അടക്കമുള്ള 4 പുരുഷന്മാർ പോലീസ് റെയ്ഡുണ്ടായപ്പോൾ ഓടി രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു എന്നും പോലീസ് പറയുന്നു. ഏതായാലും മനുഷ്യാവകാശ പ്രവർത്തകർ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതിലും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ സ്ത്രീകൾ കൊടുത്ത മൊഴി തങ്ങൾക്ക് ഇത് ഏത് മാംസമാണെന്ന് അറിയില്ല, തങ്ങളെ ഭർത്താക്കന്മാർ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് എന്നതാണ് സ്ത്രീകൾ കൊടുത്തിരിക്കുന്ന മൊഴി. ഏതായാലും മാംസം പാകം ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. പാകം ചെയ്ത മാംസവും അത് എത്തുവെച്ച മൊഴികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പിടിച്ചെടുത്ത മാംസം കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇനി ഈ പരിശോധന ഫലം വന്നാൽ മാത്രമേ പാകം ചെയ്തത് ഗോമാംസമാണോ എന്ന കാര്യത്തിൽ തീർച്ചയുണ്ടാവുള്ളൂ. ഏതായാലും പുരുഷന്മാർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. മനുഷ്യാവകാശ പ്രവർത്തകരും മലയാളി സംഘടനകളും ഒക്കെ തന്നെ ഇതിൽ ഇടപെടുമെന്നാണ് പറയുന്നത്. എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് മലയാളികളില്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന സൂചന. ശ്രീലക്ഷ്മി. ഓക്കെ, ശരി ശരത്തെ, ശരി.